ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്കും നല്ല ഇഷ്ടമാവില്ലേ, പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ വരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണ്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, കുറേ സ്റ്റെപ്പും ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. പിന്നെ മാത്രമല്ല ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴുത്ത മാങ്ങയും വേണം, പച്ചമാങ്ങയും വേണം. പഴുത്ത മാങ്ങ ഇപ്പോൾ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ഒരു പകുതിയോ അല്ലെങ്കിൽ മുക്കാലോ ഒക്കെ എടുത്താൽ മതി, അതിൻ്റെ പുളിക്ക് അനുസരിച്ചിട്ട്. പഴുത്ത മാങ്ങ ഇപ്പം ഇങ്ങനെ ആയി വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളേനു. അതിൽ ഒരു 1-2 ഞങ്ങൾ തിന്നുകയും ചെയ്ത്, പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതേനു. അപ്പോൾ ഇത് 2 പഴുത്ത മാങ്ങയാണ്. പിന്നെ ഇതങ്ങനെ വലിയ മധുരമൊന്നുമില്ല, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മധുരമൊന്നുമില്ല. പച്ചമാങ്ങയാണെങ്കിൽ അത്യാവശ്യം പുളി ഉണ്ടേനു, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇങ്ങനെ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് തോല് കളഞ്ഞിട്ട് വരാം. ഇപ്പം ഞാൻ 3 മാങ്ങയും തൊലി കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. പ്രഷർ കുക്ക് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. മറ്റു ചേൽക്ക് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കുമല്ലോ. പ്രഷർ കുക്കറിലാവുമ്പോൾ ഒരു 2 വിസിൽ മതി, വേഗം തന്നെ പണി കഴിയും. അപ്പോൾ ഞാനൊരു ചെറിയ കുക്കർക്ക് ഇത് മുഴുവനും മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പച്ചമാങ്ങൻ്റെ ആ 2 വലിയ ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ നല്ല കാമ്പുള്ള ആ 2 സൈഡ്, ആ 2 സൈഡ് മാത്രമേ എടുക്കണുള്ളൂ. അത്രമാത്രം മതി നമുക്ക്, കാരണം നല്ല പുളിയുണ്ട്. ഇപ്പം പുളി ഇല്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ പഴുത്ത മാങ്ങൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഒരു 3 പഴുത്ത മാങ്ങക്ക് ഒരു പച്ചമാങ്ങ എന്നുള്ള കണക്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കുറച്ച് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പീസായിട്ട് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ കണ്ടിട്ടുള്ളത് പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കലുള്ളത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പഞ്ചസാര നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പം 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിപ്പം 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിൻ്റെ പാത്രത്തിൽ തന്നെയാണ് ഇപ്പം വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് 2 വിസിൽ നല്ല പോലെ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. മാങ്ങൻ്റെ പുളിക്കനുസരിച്ചിട്ടാണ് കേട്ടോ പഞ്ചസാരൻ്റെ അളവ് നോക്കേണ്ടത്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. അല്ല ഒരു കുഴപ്പമില്ലാത്ത പുളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1/4 കപ്പൊക്കെ ചേർത്താൽ തന്നെ മതിയാവും. അങ്ങനെ ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് പിന്നെ എടുക്കേണ്ടത്. ഇപ്പോൾ 2 മാങ്ങ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്, പിന്നെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇത് മിക്സിയിലിട്ടിട്ട് നല്ലോണം കട്ടൊന്നുമില്ലാതെ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങൻ്റെ നീരാണ് ഇപ്പോൾ ചേർക്കുന്നത്, കാരണം പച്ചമാങ്ങ ഓൾറെഡി നല്ല പുളിയുണ്ട്. ഈ നാരങ്ങ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രിസർവേറ്റീവായിട്ട് നമ്മളിപ്പം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കേട് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ചേർക്കുന്നത്. ഇപ്പം നിങ്ങളൊരു 4-5 മാങ്ങൊക്കെ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നാരങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫുൾ നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ, അപ്പം ഒറ്റ ബാച്ചായിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റുന്നേനു. അങ്ങനെ മിക്സിയിലേക്ക് ഫുള്ളായിട്ട് മാറ്റി കൊടുത്തിട്ട് അടിക്കാൻ നോക്കിയപ്പം പറ്റുന്നുണ്ടായില്ല, കാരണം നല്ല തിക്കേനു കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം നല്ലൊരു ഫൈനായിട്ടുള്ള അരിപ്പ എടുത്തിട്ടുണ്ട്. കുഞ്ഞു ഹോളുള്ള അരിപ്പ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ നാരുകളൊക്കെ അതിൽ കുടുങ്ങി കിടക്കുക. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിന് കേട്ടോ, കാരണം നല്ല കട്ടിയുണ്ട്. അപ്പോൾ അടിയാനായിട്ട് പ്രയാസമായപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് പഠിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നല്ലോണം ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. ഈ ഫ്രൂട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ജഗ്ഗിലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആഴ്ചത്തോളം 7 ദിവസത്തോളം കേടുകൂടാതെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ എടുത്ത് കുടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ആക്കുക. ഇത് നല്ല കട്ടി ഉണ്ടാവും, അപ്പം കുറച്ചധികം വെള്ളം വേണം നമുക്കിതിലേക്ക്. പിന്നെ മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിൽക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു നുള്ളു മതി. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം, അതായത് 250 ml വെള്ളമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്രൂട്ടി നമ്മൾ ഉണ്ടാക്കുന്നത് മുതൽ, അതായത് മാങ്ങ വേവിക്കാൻ വെച്ച ആ സമയം മുതൽ ചേർത്തിട്ടുള്ള വെള്ളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിൽക്ക് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ചേർക്കണ വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ ഫ്രൂട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നോക്കുക. എന്നിട്ട് മിക്സാക്കി നോക്കിയിട്ട് ആ കൺസിസ്റ്റൻസി പാകാണോ നോക്കുക. നമ്മൾ ഫ്രൂട്ടി ഇങ്ങനെ കുറച്ചൊരു ഫ്ലോയി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ലേ ഉണ്ടാവല്ലേ, അപ്പം അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ചിലപ്പം 3 കപ്പിലും കൂടുതൽ വേണ്ടി വന്നെന്നിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 7 ദിവസത്തോളം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കുക കേട്ടോ, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ 100% ആ ഫ്രൂട്ടിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്